ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇല്ലേക്ക, ഗിരിയേട്ടനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല, അതാ വിളിച്ചത്. ആ ശരി. കാതറക്കായിരുന്നു. ഗിരിയേട്ടൻ സൈറ്റിലേക്കല്ല പോയത്. ജോലിക്കെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗിരിയേട്ടൻ പിന്നെ എങ്ങോട്ടാ പോയത്? മഞ്ജുനെ കാണാനായിരിക്കും. അവളുടെ കാര്യത്തിൽ വൈകാതെ ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടി വരും. എനിക്ക് ഗിരിയേട്ടനെ സ്വന്താക്കാൻ സാധിക്കില്ല എന്നൊരു ആത്മവിശ്വാസം അമ്മയ്ക്ക് ഉള്ളതുപോലെ തോന്നുന്നു. അതൊക്കെ വെറുതെ. എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കെന്ന് പറഞ്ഞ മഞ്ജുവിന് തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോണ്ട അവസ്ഥ ഞാൻ വരുത്തി തീർത്തില്ലേ? അതുപോലെ ഞാൻ ലക്ഷ്യം വെക്കുന്നതെല്ലാം ഞാൻ നേടിയെടുക്കും. ഗിരിയേട്ടനെ എങ്ങനെയെങ്കിലും ഞാൻ സ്വന്താക്കും. ഇനിയെങ്ങാനും തോറ്റുപോയാ എല്ലാവരെയും ഞാൻ കൊല്ലും. എന്നെ തോൽപ്പിച്ചിട്ട് സന്തോഷമായിട്ട് ജീവിക്കാന്ന് ആരും കരുതണ്ട. ഞാൻ സമ്മതിക്കില്ല. ആദ്യം അമ്മൂനെ, പിന്നെ മഞ്ജുനെ, അത് കഴിഞ്ഞ് ഗിരിയേട്ടനെ. പേടിക്കണ്ട, അമ്മ ഏറ്റവും അവസാനം ഞാൻ കൊല്ലു. അമ്മ ഇങ്ങനെ എല്ലാം അറിഞ്ഞിട്ടും മിണ്ടാൻ പറ്റാതെ സ്വന്തം കുടുംബത്തിന്റെ നാശത്തിന് സാക്ഷിയാവണം. വല്ലാത്തൊരവസ്ഥയാണല്ലേ? ആ ദേ ഗിരിയേട്ടനെത്തിയല്ലോ. രണ്ടുപേരും നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. എന്തിനെ കുറിച്ചായിരുന്നു സംസാരം? ഏയ്, ഞങ്ങൾ വെറുതെ ഓരോ തമാശയൊക്കെ പറഞ്ഞിരുന്നതാ, അല്ലേ അമ്മ? അല്ല, ഗിരിയേട്ടൻ എവിടെയായിരുന്നു? അമ്മയ്ക്കൊരു മരുന്ന് വാങ്ങേണ്ട കാര്യം പറയാൻ ഞാൻ ഒരുപാട് തവണ വിളിച്ചു. ഗിരിയേട്ടനെ കിട്ടിയില്ല. ചിലപ്പോ ഫോണ് റേഞ്ച് കിട്ടാത്തായിരിക്കും. അത്യാവശ്യമുള്ള മരുന്നാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോയി വാങ്ങാം. ഏയ്, അത് വേണ്ട. ഞാൻ മരുന്ന് കടയെ വിളിച്ചു പറഞ്ഞപ്പോ അവരത് വീട്ടിൽ കൊണ്ടുവന്ന് തന്നു. ഗിരിയേട്ടനെ വിളിച്ചിട്ട് കിട്ടാതായപ്പോ ഞാൻ കാതറിക്കെ വിളിച്ചു. ഗിരിയേട്ടൻ സൈറ്റിൽ ഉണ്ടായിരുന്നില്ലെന്നാ അദ്ദേഹം പറഞ്ഞത്. അല്ല, ഗിരിയേട്ടൻ എവിടെയായിരുന്നു? ഞാൻ അമ്മൂനെ കാണാൻ പോയതാ. അതിന് ഗിരിയേട്ടൻ എന്തിനാ സൈറ്റിൽ പോകുന്നെന്ന് നുണ പറഞ്ഞത്? അമ്മൂനെ കാണാനാ പോകുന്നതെന്ന് എന്നോട് പറഞ്ഞ എന്താ കുഴപ്പം? അച്ഛനെ നഷ്ടപ്പെട്ട വിഷമം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. വേറൊരു പെൺകുട്ടിക്കും ആ നഷ്ടം സംഭവിക്കരുതെന്ന് മാത്രമാ എന്റെ പ്രാർത്ഥന. ഗിരിയേട്ടൻ അമ്മൂന്റെ കൂടെ നടക്കുന്നതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവൾക്കൊരച്ഛന്റെ സ്നേഹവും കരുതലിന്റെയും ആവശ്യമുണ്ട്. അല്ല, എന്നിട്ട് അമ്മൂനെ കണ്ടോ? ഇല്ല, ഞാൻ ഒരുപാട് കാത്തു നിന്നെങ്കിലും അവള് വന്നില്ല. അവള് വന്നാ മാത്രമേ എനിക്ക് അത്ഭുതം ഉണ്ടാവുള്ളൂ. അതെന്താ? ഗിരിയേട്ടനെ അവള് കഴിഞ്ഞ 5 വർഷമായിട്ട് കണ്ടിട്ട് പോലും ഇല്ലല്ലോ. ഇത്രയും കാലം മഞ്ജു അവളോട് ഗിരിയേട്ടനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഗിരിയേട്ടനെ കുറിച്ച് അമ്മുവിന്റെ മനസ്സിൽ മഞ്ജു ഒരുപാട് വിഷം നിറച്ചിട്ടുണ്ടാവും. നമ്മള് തമ്മിൽ നടന്നെന്താണെന്ന് അമ്മുവിനോട് മഞ്ജു പറഞ്ഞു കാണൂന്നാ എന്റെ പേടി. അങ്ങനെ സംഭവിച്ചാ അമ്മു ഗിരിയേട്ടന്റെ മുഖത്ത് പോലും നോക്കില്ല. നിർത്ത്. അച്ഛനും മകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോ ഒരു നിമിഷത്തേക്ക് നീ നന്നായോന്ന് ഞാൻ സംശയിച്ചു പോയി. പക്ഷേ നിനക്കൊരു മാറ്റവും. ഇപ്പോഴും ഏതെങ്കിലും വഴിയിൽ മഞ്ജുവിനെ തോൽപ്പിക്കാന്ന് മാത്രമാണ് നീ ചിന്തിക്കുന്നത്. അല്ല ഗിരിയേട്ടാ, ഞാൻ മഞ്ജു അമ്മുവിനെ എങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് കാണുമെന്ന് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ
അങ്ങനെയാവുമ്പോ ഗിരിയേട്ടന് അമിത പ്രതീക്ഷയോടെ അമ്മുനെ കാണാൻ പോവില്ലല്ലോ. അവള് കുറച്ച് മോശമായിട്ട് പെരുമാറിയാലും ഗിരിയേട്ടനത് താങ്ങാൻ പറ്റും. ഗിരിയേട്ടനോടുള്ള കരുതൽ കാരണം ഞാൻ അങ്ങനെ പറഞ്ഞത്. നിന്റെ ഈ കരുതൽ കാരണമാ എന്റെ ജീവിതം നശിച്ച് ഈ അവസ്ഥയിലെത്തിയത്. ഞാനിപ്പോ എന്റെ കുടുംബം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തില്. ദയവ് ചെയ്ത് അതിലിടപെട്ട് കുളമാക്കരുത്. അങ്ങനെ ചെയ്ത ഇത്രയും കാലം അമ്മയെ നോക്കിയതിന്റെ കടപ്പാട് ഞാൻ മറന്നെന്ന് വരും. എന്തൊക്കെ ചെയ്തിട്ടും ഗിരിയേട്ടൻ എന്നിൽ നിന്നും അകലുവാണല്ലോ. ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ.